ചന്ദ്രയാൻ 3 വഴി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഇന്ത്യയുടെ അടുത്ത യാത്ര ശുക്രനിലേക്കാണ്. ISROയുടെ ആദ്യ ശുക്രദൗത്യം കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ബഹിരാകാശ നിലയം ഉൾപ്പെടെ 4 വൻ ബഹിരാകാശ പദ്ധതികൾക്കായി 22,750 കോടിയാണ് സർക്കാർ അനുവദിച്ചത്. മറ്റൊരു രാജ്യങ്ങൾക്കും എത്താനാകാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കാണ് ISRO കടന്നു ചെന്നതോടെ ബഹിരാകാശ പരിവേഷണ രംഗത്തെ മുൻനിര പോരാളിയായി ഇന്ത്യ മാറി. ഭാവിയെ മുന്നിൽ കണ്ടുള്ള യാത്രയിൽ രാജ്യത്തിന്റെ അഭിമാനമാകാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൗരയുധത്തിലെ രണ്ടാമത്തെ ഗ്രഹമായ ശുക്രനെക്കുറിച്ച് പഠിക്കുന്നതിനായി ISRO ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇവയിൽ ഏറ്റവും പ്രധാനം. വീനസ് ഓർബിറ്റൽ മിഷൻ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. 2017 തന്നെ ഈ ദൗത്യത്തിന് വേണ്ടിയുള്ള പ്രാരംഭ പഠനങ്ങൾ ആരംഭിച്ചിരുന്നു. 2028 മാർച്ചിൽ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ദൗത്യത്തിന് 1236 കോടിയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. 100 കിലോഗ്രാം ഭാരമുള്ള ഉപകരണങ്ങൾ വരെ വഹിക്കുവാൻ ശേഷിയുള്ളതായിരിക്കും ഇതിന്റെ ഓർബിറ്റർ. ഇന്ത്യക്ക് പുറമെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉപകരണങ്ങളും ഇതിൽ ഉണ്ടാകും. വളരെ സങ്കീർണമായ ഈ പദ്ധതിയുടെ പേടകം നിർമ്മിക്കാൻ മാത്രം 824 കോടി ചിലവാകുമെന്നാണ് കണക്ക്. ശുക്രന്റെ അന്തരീക്ഷത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും പഠിക്കുകയാണ് വീനസ് ഓർബിറ്റൽ മിഷന്റെ ലക്ഷ്യം. അമേരിക്കയും റഷ്യയും ഒന്നിച്ചു തയ്യാറാക്കിയ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും ചൈനയുടെ ടാങ്കോങ്ങിനും പിന്നാലെ ശൂന്യാകാശത്ത് ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനും ഇന്ത്യ ഒരുങ്ങുകയാണ്. ബഹിരാകാശത്തെ ഗവേഷണങ്ങളും പഠനങ്ങളും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ദൗത്യം. അതേസമയം ഗഗൻയാൻ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാകും ഇത് നടപ്പിലാക്കുക. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഥവാ BAS എന്ന് പേരിട്ടിട്ടുള്ള പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി 11,170 കോടിയാണ് കേന്ദ്ര മന്ത്രിസഭ അനുവദിച്ചത്. ഇതിന്റെ ആദ്യ മൊഡ്യൂൾ 2028 വിക്ഷേപിക്കും. 2035 നിലയം പൂർണ്ണമായി നിർമ്മാണം പൂർത്തിയാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. 51.5 ഡിഗ്രി ചരിവുള്ള ഭ്രമണപഥത്തിലാകും ഇന്ത്യൻ ബഹിരാകാശ നിലയം സഞ്ചരിക്കുക. നാസയുടെയും റോസ്കോസ്മോസിന്റെയും നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് സമാനമായ ഭ്രമണപഥമാണിത്. ഭാവിയിൽ ലോകരാജ്യങ്ങളുമായുള്ള സഹകരണവും ശാസ്ത്രീയ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടാണ് ഇന്ത്യ ഈ സ്ഥാനം തിരഞ്ഞെടുത്തത്. ധ്രുവപ്രദേശങ്ങളിലെ ഭൗമ നിരീക്ഷണത്തിനും ലോകമെമ്പാടുമുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായി ഉപഗ്രഹങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനും ഇത് സഹായകരമാകുമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. വിജയകരമായ ചന്ദ്രയാൻ 3 ശേഷം ISRO ആസൂത്രണം ചെയ്യുന്ന 4ാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 4. 2027 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ദൗത്യത്തിനായി 2,104.6 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് പാറയും മണ്ണും അടക്കമുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുകയാണ് ഇതുവഴി ചെയ്യുക. ഇന്ത്യ ആദ്യമായി നടത്തുന്ന സാമ്പിൾ റിട്ടേൺ ദൗത്യം കൂടിയാണ് ഇത്. ISRO ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്ത ഡോക്കിങ്ങും അൺഡോക്കിങ്ങും ഉൾപ്പെടെ അതിസങ്കീർണമായ സാങ്കേതിക വശങ്ങൾ അടങ്ങിയതാണ് ചന്ദ്രയാൻ 4. വരും തലമുറയുടെ ആവശ്യങ്ങളെ മുൻനിർത്തി വികസിപ്പിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളാണ് ഇന്ത്യയുടെ 4ാമത്തെ ബഹിരാകാശ പദ്ധതി. നിലവിൽ ISRO ഉപയോഗിക്കുന്ന ശക്തിയേറിയ GSLV Mark 3 റോക്കറ്റിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ബഹിരാകാശ വാഹനങ്ങളാകും ഇതുവഴി നിർമ്മിക്കുക. ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് 10 ടൺ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റായിരിക്കും പുതിയ NGLV. അതായത് GSLVയേക്കാൾ 2.5 ടൺ കൂടുതൽ ഭാരം ഇത് കൊണ്ടുപോകും. 8,239 കോടി രൂപ ചെലവ് വരുന്ന NGLV 8 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2040 ചാന്ദ്ര ദൗത്യത്തിനുൾപ്പെടെ ഇത് നിർണായകമാകുമെന്നാണ് ISROയുടെ കണക്കുകൂട്ടൽ. 1963 സൈക്കിളിലും കാളവണ്ടിയിലുമായി എത്തിയ യന്ത്രഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യ ഇന്ന് ബഹിരാകാശ രംഗത്ത് എത്തി നിൽക്കുന്നത് പല വികസിത രാജ്യങ്ങൾക്കുമൊപ്പമാണ്. ഭാവിയെ മുന്നിൽ കണ്ടു തുടങ്ങിവെച്ച ഇന്നത്തെ ഈ യാത്ര ഒരുപക്ഷെ മറ്റാർക്കും എത്താനാകാത്ത നേട്ടങ്ങളിലേക്കാകും രാജ്യത്തെ എത്തിക്കുക.